രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇന്റർവെൽ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു കോസ് എക്സ് ഇൻക്രീസസ് ഫ്രം -1 to 0? ഇതിൽ ഏത് ഇന്റർവെല്ലിലാണ് കോസ് എക്സിന്റെ വില -1 നിന്നും 0യിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 4 ഇന്റർവെല്ലുകൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒന്നാമത്തെ ഇന്റർവെൽ, അതായത് 0 to π/2 കോസ് എക്സിന്റെ വിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, കോസ് π/2 എന്ന് പറയുന്നത് 0 ആണ്. അതായത് 1ൽ നിന്നും 0യിലേക്ക് ഡിക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇന്റർവെൽ π/2 to π കോസ് എക്സിന് എന്ത് സംഭവിക്കുന്നു നോക്കുകയാണെങ്കിൽ കോസ് π/2 എന്ന് പറയുന്നത് 0 ആണ്, കോസ് π എന്ന് പറയുന്നത് -1 ആണ്. 0യിൽ നിന്നും -1ലേക്ക് ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. മൂന്നാമത്തെ ഇന്റർവെൽ π to 3π/2, അവിടെ കോസ് π എന്ന് പറയുന്നത് -1 ആണ്, കോസ് 3π/2 എന്ന് പറയുന്നത് 0 ആണ്. -1ൽ നിന്നും 0യിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി വീണ്ടും നാലാമത്തെ ഇന്റർവെൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ് 3π/2 0 ആണ്, കോസ് 2π വാല്യൂ 1 ആണ്, അത് 0യിൽ നിന്ന് 1ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയെങ്കിൽ നമ്മുടെ ചോദ്യം ഇവിടെ -1ൽ നിന്നും 0യിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഇന്റർവെൽ ഏതാണെന്നാണ്. അതായത് -1ൽ നിന്നും 0യിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നത് π3π/2 എന്ന് പറയുന്ന ആ ഇന്റർവെല്ലാണ്. അതായത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്ലോസ്ഡ് ഇന്റർവെൽ π3π/2. രണ്ടാമത്തെ ചോദ്യം, ഇഫ് sin x equal to 3/5, x lies in the second quadrant, write the value of cos x. നമുക്ക് sin xന്റെ വില തന്നിട്ടുണ്ട് 3/5 എന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കറിയാം sin x എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ നമ്മളൊരു റൈറ്റ് ആംഗിളിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 3ഉം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5ഉമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ അഡ്ജസന്റ് സൈഡ്, എക്സിന്റെ അഡ്ജസന്റ് സൈഡ് കാണാനായിട്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അതായത് √5² - 3² എന്ന് വരും. അതായത് √25 - 9 √16, അതായത് 4 എന്ന് വരും അഡ്ജസന്റ് സൈഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കോസ് എക്സ് ആണ്. കോസ് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇവിടുത്തെ അഡ്ജസന്റ് സൈഡ് അത് 4 ആണ്, ഹൈപ്പോട്ടന്യൂസ് 5 ആണ്, അതായത് 4/5. എന്ന് മാത്രമല്ല എക്സ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ്, എക്സ് സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിൾ ആണെങ്കിൽ നമുക്കറിയാം ഓൾ സിൽവർ ടീ കപ്സ് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സൈനും അതുപോലെ തന്നെ കൊസീക്കുമാണ് അവിടെ പോസിറ്റീവായിട്ട് വരുള്ളൂ, കോസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ -4/5 എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ഡിഗ്രി മെഷർ ഓഫ് 5π/3. 5π/3യുടെ ഡിഗ്രി മെഷറാണ് ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം 5π/3 ഈക്വൽ ടു 5π/3ന് നമ്മൾ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്കറിയാം പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 5 × 180 / 3, അതായത് 5 × 180യും 3യും വെട്ടുകയാണെങ്കിൽ 60 എന്ന് വരും. 5 × 60 300 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും, 300 ഡിഗ്രി.